Hi everyone, welcome back to my channel. So today I wanted to tell you എൻ്റെ ലൈഫിലെ ഒരു പെർട്ടിക്കുലർ ഫുഡ് ജേർണീനെ കുറിച്ച്. സോ നമ്മളെല്ലാവരും നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഇറ്റ്സ് ഡിഫറെൻറ്റ് അല്ലേ. സോ ഐദർ വി ആർ നോൺ വെജിറ്റേറിയൻസ് ഓർ വെജിറ്റേറിയൻസ് ഓർ വീഗൻ ഓർ ഫ്രൂട്ടേറിയൻസ്. അങ്ങനെ ഇപ്പം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരിൽ നിരവധി കാറ്റഗറീസ് ഉണ്ട്. പണ്ട് ഇറ്റ് വാസ് ഓൺലി വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ. പക്ഷെ ആസ് ടൈം വെന്റ് ബൈ മനുഷ്യരുടെ കോൺഷ്യൻസ് വളരുന്നതിന്റെ കൂടെ തന്നെ പീപ്പിൾ സ്റ്റാർട്ടഡ് ഡിസൈഡിങ് വാട്ട് ടു ഈറ്റ്. സോ പൊതുവെ നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ നിന്നും എന്താണോ നമുക്ക് ഉണ്ടാക്കി തരുന്നത് നമ്മൾ അത് കഴിക്കും. അത് എന്തായാലും നമുക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായമില്ല. വി ഡോണ്ട് നോ മച്ച് അബൌട്ട് ഇറ്റ്. പക്ഷെ നമ്മൾ വളർന്നു വരുമ്പം, നമ്മൾ ലോകം കാണുമ്പം, സഞ്ചരിക്കുമ്പം, പിന്നെ കുറെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുമ്പം നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിനും നമുക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന്. അപ്പം നമ്മൾ തന്നെ കൊച്ചു കുട്ടികളാകുമ്പോൾ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്, ജസ്റ്റ് റിവൈൻഡ് ആൻഡ് തിങ്ക്. ചെറുപ്പത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളുണ്ട്, ഇഷ്ടമല്ലാത്തതും ഉണ്ട്. അപ്പൊ എനിക്ക് ചെറുപ്പത്തിൽ when they used to give me stuff like വെണ്ടയ്ക്ക, I used to hate it. Banana, hate it. പിന്നെ അതുപോലെ കുറെ കാര്യങ്ങൾ എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ലായിരുന്നു. ആൻഡ് പാവയ്ക്ക, hate it then and now. സോ ഒബ്വിയസ്ലി നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കിട്ടുമ്പോൾ വേണ്ടാന്ന് പറയും. ഇഷ്ടമുള്ള കാര്യങ്ങൾ വി ലൈക്ക് ടു ഈറ്റ് ഇറ്റ് മോർ. സോ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ. ഐ യൂസ് ടു ലവ് ടു ഈറ്റ് പൊറ്റേറ്റോസ്. എനിക്ക് ചോറും കറിയും ഭയങ്കര ഇഷ്ടമാണ്. വെജിറ്റേറിയൻ കുറേ കറികൾ, സോ ലൈക്ക് ബീൻസ് തോരൻ, ക്യാബേജ് തോരൻ, കോവയ്ക്ക, കൂർക്ക, ഒഴിച്ചുകറി ലൈക്ക് തക്കാളി കറി അല്ലെങ്കിൽ മോര് കറി. ഐ ലവ് ദ നാടൻ സീൻ. ഓക്കെ, പപ്പടം ഉണ്ടാക്കാനല്ല, കഴിക്കാൻ, സദ്യ, ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ അൺഹെൽത്തി കാറ്റഗറി of food, so whether it's McDonald's or KFC or Domino's or whatever it is, French fries, I used to love them. But I think ഞാനൊരു 32 വയസ്സൊക്കെ ആയപ്പം I started feeling that somewhere I didn't choose right. മാത്രമല്ല ലോകത്ത് നടക്കുന്ന കുറേ കാര്യങ്ങൾ, എസ്പെഷ്യലി ആനിമൽ അബ്യൂസ് അല്ലെങ്കിൽ ഫാക്ടറി ഫാമിംഗ് ഒക്കെ കണ്ടപ്പം എനിക്ക് തന്നെ തോന്നി മേ ബി ഐ ഷുഡ് സ്റ്റോപ്പ് ഈറ്റിംഗ് മീറ്റ്സ്. അങ്ങനെയാണ് ഐ തിങ്ക് ഒരു 4-5 years ago ഞാൻ മീറ്റ്സ് ഫുള്ളി നിർത്താൻ തീരുമാനിച്ചത്. അതിനു മുമ്പ് ഐ തിങ്ക് ലേറ്റ് 20s ഒരു 1 year ഞാൻ വെജിറ്റേറിയൻ ആയി ശ്രമിച്ചിരുന്നു. ഐ സ്റ്റാർട്ടഡ് ട്രാവലിംഗ് എ ലോട്ട് മോർ. അപ്പം ഓപ്ഷൻസ് കുറച്ച് കുറഞ്ഞു പോയി ടു സ്റ്റേ വെജിറ്റേറിയൻ. കൺവീനിയൻസ് കാരണം ഐ വെന്റ് ബാക്ക് ടു ബീങ് എ നോൺ വെജിറ്റേറിയൻ. പക്ഷെ അറൌണ്ട് 32-33 around that time firm ആയിട്ടുള്ള ഡിസിഷൻ ഞാൻ എടുത്തു ദാറ്റ് ഓക്കെ രഞ്ജനി, ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു സ്റ്റോപ്പ് ഈറ്റിംഗ് മീറ്റ്സ്. ആ സമയത്താണ് എൻ്റെ NGO ഒക്കെ ഞാൻ തുടങ്ങിയത്. അത് മാത്രമല്ല സംവെയർ ഉള്ളിൽ നിന്നും എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ചെയ്തു. ഓക്കെ, സോ ഐ എം നൗ എ പെസ്കറ്റേറിയൻ. ഓക്കെ, പെസ്കറ്റേറിയൻ എന്താണ് എന്നറിയാത്തവർക്ക്, പെസ്കറ്റേറിയൻ ഇസ് സംബഡി ഹു ഓൺലി ഈറ്റ്സ് ഫിഷ് ആൻഡ് എഗ്സ്, ഡയറി ആൻഡ് വെജിറ്റേറിയൻ. ഓക്കെ, അപ്പം ഞങ്ങൾ മീറ്റ്സ് ഒന്നും കഴിക്കില്ല. ചിക്കൻ കഴിക്കില്ല, പോർക്ക് കഴിക്കില്ല, ബീഫ് കഴിക്കില്ല, ഒരു മീറ്റും കഴിക്കില്ല. പക്ഷെ ഫിഷ് പ്രോഡക്ട്സ് കഴിക്കും. സോ ഫിഷ് കഴിക്കും, പ്രോൺസ് കഴിക്കും, ലോബ്സ്റ്റർ കഴിക്കും, ക്രസ്റ്റേഷ്യൻസ് ഒക്കെ കഴിക്കും, ക്രാബ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കും. എഗ്സും ഡയറിയും കഴിക്കും. ആൻഡ് ഓൾസോ എനി വെജിറ്റേറിയൻ ഫുഡ്. സോ പെസ്കറ്റേറിയൻ ആണ് ഞാൻ. ആൻഡ് ജസ്റ്റ് ഫോർ യുവർ നോളജ്, ഇതാണ് സ്പെല്ലിംഗ് PESCATARIAN, pescatarian. ഇതാണ് പ്രൊനൗൺസിയേഷൻ. ഓക്കെ, ദാറ്റ്സ് യുവർ വേർഡ് ഫോർ ദ ഡേ യു ഗൈസ്. ഓൾറൈറ്റ്, ഇപ്പോൾ ഡയറിയും ഫിഷും ഒക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് വേറെ പേരുണ്ട്, ലാക്ടോവോ പെസ്കറ്റേറിയൻ എന്നൊക്കെ. പക്ഷെ അതൊക്കെ ടു കോംപ്ലിക്കേറ്റഡ് ഫോർ ടുഡേ, സോ ലെറ്റ്സ് നോട്ട് ഗെറ്റ് ഇൻടു ദാറ്റ്. ഓൾറൈറ്റ്, സോ സിൻസ് ഐ എം എ പെസ്കറ്റേറിയൻ, എൻ്റെ മാഷ് പൊട്ടേറ്റോന്റെ കൂടെ കഴിക്കാനുള്ള ലിമിറ്റേഷൻസും എനിക്കുണ്ട്. ഐ കെൻ ഈറ്റ് ലൈക്ക് എ ഫിഷ് സ്റ്റേക്ക് ഓർ എ ഫിഷ് ബേക്ക്. And I thought, ഇന്നത്തെ എൻ്റെ cooking experiments, for the first time ever, I will try and bake some fish. So this recipe again, ഞാൻ online കണ്ടുപിടിച്ചതാണ്. And it's something I will like because it's got cream in it, it's got lemon in it, it's got butter in it, and then you just bake it. So it's called lemon creamy butter fish bake എന്നാണെന്ന് തോന്നുന്നു. ആ പേര് ഞാൻ ഇതുവരെ ബയോട്ട് പഠിച്ചിട്ടില്ല, but something like that. Now the good thing about eating fish in your life are many. Okay, I'm sure നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫിഷ് കഴിക്കുന്നത് നല്ലതാണ് എന്ന് എല്ലാവരും പറയും. അതിന്റെ കാരണങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. ഇറ്റ്സ് എ വെരി ഗുഡ് പ്രോട്ടീൻ, ഇറ്റ്സ് ഗുഡ് ഫാറ്റ്, omega-3 fatty acids ഉണ്ട്, which is really good for you. It's good to help you fight a lot of diseases like autoimmune diseases ആണെങ്കിലും heart diseases ആണെങ്കിലും അത് ഫൈറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇറ്റ്സ് ഗ്രേറ്റ് ഫോർ യുവർ സ്കിൻ because it's got oil content in it. അത് മാത്രമല്ല
vitamin D, നിരവധി ന്യൂട്രിയൻസും മിനറൽസും ഒക്കെയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഫിഷ്. Now the only thing is നമ്മൾ ഫിഷ് കഴിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് മെർക്യൂറി കണ്ടന്റ് കുറവുള്ള ഫിഷ് കഴിക്കാൻ നോക്കുക. അത് കൂടുതലുള്ള ഫിഷ് കഴിച്ചാൽ മെർക്യൂറി ഡസ് നോട്ട് സൂട്ട് our bodies. So definitely that is the one negative. Not just that, കൂടുതലായിട്ട് എന്ത് കഴിച്ചാലും അതിന്റെ പ്രശ്നം ഉണ്ടാവും. So എന്ത് ചെയ്താലും just do it in balance. അത് മാത്രം മനസ്സിൽ വെച്ചാൽ മതി. Alright, so that is my gyan for the day, people. It's time for me to take you to my kitchen to start off my cooking experiments with the lemon cream butter fish. Let's see. So as I said, today I'm making baked fish in lemon cream sauce. Appo adinu vendiyulla ingredients are these. You need some sort of fish. ഇഷ്ടമുള്ള ഫിഷ് മാർക്കറ്റിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ബെറ്റർ. ഫ്രഷ് ആണെങ്കിൽ ഈവൻ ബെറ്റർ. പക്ഷേ എനിക്ക് അതിനുള്ള സമയമൊന്നുമില്ല. ഫ്രോസൺ ഫിഷ് ഫ്രം ദ ഫ്രിഡ്ജ്. Okay, I think it's about 450 grams. This is mahi mahi. And the ingredients I need for the lemon butter sauce. Obviously lemon, obviously butter, obviously cream. Oh, ആ പേര് മറന്നുപോയി. ലെമൺ ബട്ടർ ക്രീം സോസ് ആട്ടോ. അതോ ലെമൺ ക്രീം ബട്ടർ സോസ് ആണെന്ന് എനിക്കറിയില്ല. ബട്ട് സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ യു നീഡ് ക്രീം ഓൾസോ. ആൻഡ് ടു മേക്ക് തിങ്സ് ബെറ്റർ, നമ്മുടെ ചെറിയ ഉള്ളിയല്ലേ, you can use that. You can use spring onions, some garlic. We need some mustard. So these are the basic things that you need. Okay, markarada. The pere is baked fish in lemon cream butter sauce or something like that. Maranoi. So the next thing you do is preheat your oven. You put it on that, 200 degrees Celsius temperature, and whatever time for now. Okay. So നന്നായി പ്രീഹീറ്റ് ആവട്ടെ. സോ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ആ ഒരു ലെമൺ ക്രീം സോസ് ഉണ്ടാക്കണം. സോ ഫോർ ദാറ്റ് വി ഹാവ് ടു സ്മോൾ പാൻ ഓൺ ദ സ്റ്റോവ്, ഹീറ്റ് കുറയ്ക്കുക. ഇത് ഞാൻ പഠിച്ചു. ആഡ് എവറിത്തിങ് ഇൻ ദിസ്. സോ ദാറ്റ്സ് ദ ബട്ടർ, ക്രീം, പതുക്കെ പതുക്കെ. ഓക്കെ, ക്രീം, ഗാർലിക്. ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി ഇട്ടോട്ടോ, ഞാൻ എൻ്റെ ഒരു രീതിയിൽ അങ്ങ് പോകുന്നു. Okay, so you keep mixing it. ആ കൈ കണ്ടിട്ട് പേടിക്കണ്ട, എൻ്റെ കൈയല്ല. I have a friend helping me. പെട്ടെന്ന് കണ്ടപ്പോൾ കയ്യിൽ കുറേ മുടി. Okay, add the lime. ഞാൻ ആക്ച്വലി ഇതിന് വേണ്ടി വേറൊരു കൈ ഇവിടെ കൊണ്ടുവന്നതാണ്. കൈ മാത്രമേ ഉള്ളൂ, ബാക്കി മനുഷ്യൻ അയാളുടെ വീട്ടിലാണ്. Actually, he came here to give me some really awesome bananas അല്ല, എന്താ തന്നെ? സോറി, തെറ്റിപ്പോയി, ഫ്രൂട്ട് തെറ്റിപ്പോയി. മാംഗോസ്. അവരുടെ വീട്ടിൽ തന്നെ വളരുന്ന ഫ്രഷ് ഹോം ഗ്രോൺ മാംഗോസ്. Now lockdown is slightly better here in Cochin because it's green, no? So say hi. Hi. That's Imran. And Imran കൊണ്ടുവന്നിരിക്കുന്ന ഹോം ഗ്രോൺ മാംഗോസ് നമുക്ക് കാണിച്ചു കൊടുക്കാം. പക്ഷേ ഇമ്രാൻ, keep stirring. എൻ്റെ വീട്ടിലിപ്പോൾ വരുന്ന എല്ലാവർക്കും ഞാൻ ഈ പണി കൊടുക്കും. കുറച്ച് മസ്റ്റേർഡ് ഇടണം. അയ്യോ മറന്നുപോയി, ഒരു സെക്കൻഡ്. ആൻഡ് നമ്മളുടെ മസ്റ്റേർഡ് സോസും നന്നായിട്ട് ഇടുക. ആൻഡ് മിക്സ് till it's like loose. Keep mixing it. And ഇനി നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവം കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഞാൻ എന്തോ മറന്നിട്ടുണ്ട്. ഉപ്പ്. കഴിഞ്ഞ എന്തൊരു ഉപ്പ് എപ്പോഴും കൂടുന്നുണ്ട്. ബി വെരി കെയർഫുൾ when you add ഉപ്പ്. ടേസ്റ്റ് നോക്കി. So ഇത് ഓൾമോസ്റ്റ് റെഡി ആകുമ്പം just switch it off. I think it's kind of done. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഒരു ബേക്കിംഗ് ട്രേ എടുക്കുക. കുറച്ച് ഡീപ്പ് ആവുന്നത് നല്ലതാണ്. അലൂമിനിയം ഫോയിൽ ഇടുക ആൻഡ് കോട്ട് ഇറ്റ് വിത്ത് ഓലിവ് ഓയിൽ. ഓക്കെ, സോ ഓൾറെഡി ഞാനത് ചെയ്തിട്ടുണ്ട്. There you go. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ആ ഫിഷ് ഫിലെ ഇതിലേക്ക് പ്ലേസ് ചെയ്യുക. ആൻഡ് ദെൻ മൂവിങ് ഓൺ, വി പുട്ട് സോൾട്ട് ആൻഡ് പെപ്പർ. സോൾട്ട് ആൻഡ് പെപ്പർ ഇട്ടിട്ട് കോട്ട് ചെയ്യുക. സോൾട്ട് ആൻഡ് പെപ്പർ ടു ടേസ്റ്റ്. അതെ, ടു ടേസ്റ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു സേ. കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടരുത് മക്കളെ, പ്ലീസ് കൂടരുത്. ഓക്കെ, ആൻഡ് നൗ യു ക്യാൻ ഫ്ലിപ്പ് ഇറ്റ് ഓവർ. ഹോൾഡ് ഓൺ. സെയിം തിങ് ഹിയർ. എക്സ്ട്രാ കൈകളുള്ളതുകൊണ്ട് ഞാനത് യൂട്ടിലൈസ് ചെയ്യാണ്. ആസ് യു കെൻ സീ, ഐ എം സോ ഗ്ലാഡ് യു ആർ ഹിയർ, ഇമ്രാൻ. ഹെൽപ്സ് മീ എ ലോട്ട്. പക്ഷെ ദ സാഡ് പാർട്ട് ഇസ് നോയമ്പാണ്. Am I supposed to say it? Yeah. നോയമ്പാണ് ആൻഡ് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ ഇമ്രാന് വലിയ ബുദ്ധിമുട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. What do you do? നോയമ്പിലോ കഴിക്കാൻ പറ്റാതെ ബാക്കിയുള്ള കുക്കിംഗ് ഒക്കെ ചെയ്യുമോ? Yeah, I do cooking. Yeah? Yes. Oh my god. So I'm here to help you out. Okay, perfect. എന്റെ ഡെലിവറി എനിക്ക് മാങ്ങോണ്ടിരാൻ തന്നിട്ട് ഞാൻ പണിയെടുക്കുന്നത് നോക്കിയാ. Everyone will be scared to come home now. Okay? Salt also.
That's enough. Let's flip it back. Alright. Okay, ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മൾ ചെറിയ ഉള്ളിയില്ലേ അത് കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് just put it on top. Come on, Imran. I'm so happy I got a helper. എനിക്കൊരു അസിസ്റ്റന്റിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നു. You want the job? There you go, people. So നമ്മളുടെ ആ ലെമൺ ബട്ടർ ക്രീം സോസിൽ ആ മാഹി ഫിഷ് നമ്മൾ ഫുള്ളി മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. And now it's time for it to go into the oven. പക്ഷെ അതിനു മുമ്പ് one more thing. ഇത് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. So we'll have to eat it with some vegetables. So let's make a pan of that also. Next, നമ്മുടെ ആ roasted vegetablesന് വേണ്ടി I've got onions, 2 potatoes, കുറച്ച് broccoli, കുറച്ച് നമ്മളുടെ cucumber, മറ്റേ green ones. And yeah, that's it. അപ്പോൾ ഇതിൽ I'm just going to pour some olive oil, salt and dried parsley and mix it up. നമ്മുടെ roasted veggiesന് വേണ്ടി line a pan with foil and നമ്മൾ olive oil, salt, parsley coat ചെയ്ത ആ veggies ഇതിൽ just line it up. ആ സെയിം മറ്റേ പാനിൽ ഇടാൻ പറ്റത്തില്ല ബിക്കോസ് അതിൽ ഓൾറെഡി ലോട്ട്സ് ഓഫ് ക്രീം സോസ് ഇതിലും അത് വരും. സോ ആ ഫ്രഷ്നെസ് കുറച്ചുപോലും റീറ്റെയിൻ ആവില്ല. ഇതിനെക്കാട്ടും സ്മോൾ പാൻ എടുക്കാമായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്ത സാധനം ഞാൻ എങ്ങനെ എടുക്കും? ദാറ്റ്സ് ദ പ്രോബ്ലം. ഓക്കെ, കൂൾ, pretty simple. Now usually ഈ ഒരു ക്യൂക്കംബറും ഒക്കെ ബ്രോക്കലിയും ഒക്കെ സെപ്പറേറ്റ്ലി വെക്കണം ബിക്കോസ് പൊട്ടാറ്റോ വെച്ച് കുക്കിംഗ് ടൈം സെപ്പറേറ്റ് ആണ്. ബട്ട് ഗെസ് ഹു ഡസ് നോട്ട് ഹാവ് ദ പേഷ്യൻസ്? മീ. Alright, so now നമ്മളുടെ പ്രീ ഹീറ്റഡ് അവൻ തുറക്കുക, അതിലേക്ക് നമ്മളുടെ സംഭവങ്ങൾ വെക്കുക. ഇറ്റ്സ് പ്രിറ്റി സിമ്പിൾ. ഇതിങ്ങനെ വെക്കാൻ പറ്റുമോ? അയ്യോ പറ്റില്ല. അപ്പോൾ ഒരു ലെയറും കൂടെ വേണ്ടി വരും തോന്നുന്നു. ഓർ ഇവിടെ കയറ്റാൻ പറ്റുമോ നോക്കട്ടെ. ലെറ്റ്സ് സീ ഇഫ് മൈ check this out, you guys. I'm so excited about this. Oof. Oh, perfect. Woohoo. ഇനി ഒരു 15 minutes 20 minutes max for the fish, the roasted veggies. നമുക്ക് നോക്കാം. Trial and error. Cool. Yeah. Okay, so ഞാൻ തിരിച്ച് ചെക്ക് ചെയ്യാൻ വന്നതാണ്. So I'm really scared. Oh my god, അയ്യോ ചൂട് ഫുൾ ഫോൺ സ്റ്റീം ആയി പോയി. Okay, so ഇത് ആയോ ഇല്ലയോ എന്ന് let's do the poke test. No, കുറച്ചുകൂടെ ആവണം. Let's wait for that. Another 5 minutes maybe. But it looks lovely. Okay, people, so it's been about 15 to 20 minutes. Fish already Russian chapter something onnoda kollanda. So let's take the fish out. It should be done. We'll keep the veggies in there for some more time. Let's take it out. There you go, people. Namalde fish in lemon cream sauce or lemon butter cream sauce or lemon cream butter sauce. എന്ത് വേണം വിളിക്കാം, but this is how you do it. So it's kind of done. ഇനി കഴിക്കുമ്പോൾ I'll tell you how it is. Okay. So ഇത് I'm going to eat it with some mashed potato and roasted vegetables. You can eat it with pasta, with a moldedam. You can, if you want to have it with rice. Very flexible, you see. Now ഇത് പ്രോൺസിന്റെ കൂടെ ഉണ്ടാക്കുമ്പോൾ നന്നായിരിക്കും എന്ന് ഇമ്രാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. I think we should try that too. അല്ലേ? What do you think? Prawns? Yes, I think it's a good idea. Okay. Next time. These are the beautiful homegrown organic mangoes that Imran got me. വീട്ടിൽ വളർന്ന മാവിൽ നിന്നും പറിച്ച മാങ്ങയാണ്. അത് പഴയ ഓർമ്മകളിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുപോകുന്നു. താങ്ക്സ് ഇമ്രാൻ. താങ്ക് യു ഫോർ ദ മാംഗോസ്. ഓക്കെ, സോ എൻ്റെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾ എല്ലാവരും കണ്ടു. ഞാനത് കഴിച്ചിട്ട് ഒരു ഫീഡ്ബാക്ക് തരണമല്ലോ, ബിക്കോസ് കുളമാവാനുള്ള സാധ്യത വളരെ അധികമാണ്. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് ദ റിസ്ക് ഓഫ് ഈറ്റിംഗ് ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. സോ ഇറ്റ് വാസ് റിയലി റിയലി നൈസ്. ഓക്കെ, ഐ ഹാവ് ടു ബി ഓണസ്റ്റ്. ഇത് ആക്ച്വലി ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു. പേഴ്സണലി ഐ തിങ്ക് മാഷ് പൊട്ടാറ്റോസിന്റെ കൂടെ ഉള്ള കോമ്പിനേഷനെക്കാട്ടും ഭേദം വിത്ത് പാസ്ത. It's going to be excellent. I'm definitely in the ratri when I'm going to eat the same food, it's going to be with pasta. I know it's going to be excellent. So adu oru great combination aanennu thonunu. Adil aageyulla korchu faults enike thoniyathu mahi enna fishum ee oru particular sauce um tamilulla combination is not 100%. 80% 90% okay ആണ്. സാൽമൺ അങ്ങനത്തെ ഫിഷ് വല്ലതും ആയിരുന്നെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വുഡ് ബിൻ ഈവൻ ബെറ്റർ. എൻ്റെ ഫേവറേറ്റ് ഫിഷ് സാമൺ ആണ്, പിങ്ക് സാമൺ ആണ്. സോ ഐ വുഡ് പ്രിഫേർഡ് ദാറ്റ്. പക്ഷേ എന്തായാലും ഇല്ലാത്ത സാധനം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഐ ഹാഡ് ടു ഡു വിത്ത് മാഹി കുറച്ചുകൂടെ ഫ്ലേവർ ഇസ് എ ലിറ്റിൽ മോർ ഐ തിങ്ക് പീക്കിംഗ്. ഐ ഡോണ്ട് നോ വൈ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ. സോ എനിവേ ദാറ്റ് ഇസ് അനദർ സ്മോൾ ഇഷ്യൂ ദാറ്റ് ഐ ഹാഡ്. പിന്നെ എനിക്ക് തോന്നുന്നത് എൻ്റെ യൂഷ്വൽ ഒരു പ്രശ്നമുണ്ടല്ലോ, ക്വാളിറ്റി കൺട്രോൾ. കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യായിരുന്നു ദ amount of sauce I put. അത്രയും സോസിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇറ്റ്സ് വെരി ടേസ്റ്റി. അതുകൊണ്ട് തന്നെയാണ് പാസ്തയിൽ ഇറ്റ് വിൽ ബി എക്സലന്റ്. പക്ഷെ ആസ് എ ഫിഷ് സ്റ്റേക്ക് മാത്രം കഴിക്കുമ്പോൾ
not a great plan to put that much sauce, okay? So maybe you should control that a little bit when you make it. And finally, ഞാൻ എൻ്റെ ബ്രോക്കലി ഒക്കെ കരിച്ചു. എൻ്റെ വെജീസ് ഇല്ലേ ആ സെക്ഷൻ കുറച്ചൊന്ന് ഓവർ കുക്ക്ഡ് ആയിപ്പോയി. സോ മേ ബി യു ഷുഡൻറ്റ് മേക്ക് ദാറ്റ് മിസ്റ്റേക്ക് as well. But that is a normal fun now with me anyway. Alright, so this is my feedback from eating what I made. You guys try it at home and let me know. അത് മാത്രമല്ല, I also wanted to say thank you so much for all your love and support, you guys. ഇനി what sort of videos നിങ്ങൾക്ക് കാണണം എന്നുള്ളൊരു ഫീഡ്ബാക്ക് തരണം ഓൾറെഡി ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. So I get a lot of suggestions from you. So in the future I will definitely do it. ആദ്യം എൻ്റെ ഈ കുക്കിംഗ് ആ ഒരു എന്താ പറയാ കുക്കിംഗ് ആഗ്രഹം ഞാനൊന്ന് തീർക്കട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. What do you think? Cool. That's all for now, you guys. Take care. Lots of love. Stay home. Stay safe. And just be happy. Okay? Mwah. Au revoir.